Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, Miss. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ. കേറിയിട്ടില്ല എല്ലാവരും? സാറ്റർഡേ ആള് കുറവായിരുന്നു. ഇന്നെന്താണ്? നമുക്ക് തുടങ്ങാം അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതുണ്ടോ? ഓക്കെ ആണോ? എല്ലാം ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ എ പർച്ചേസ് ഓർഡർ റിസീവ്ഡ്? നമ്മുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന ആ ഒരു വെൻഡേഴ്സ് അവർക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് അല്ലെ? അപ്പൊ നോക്കാം. ടുഡേസ് ടെക്നോളജി allows for purchase orders to be sent via the postal service, email, fax and telephone. നമുക്ക് എന്താണ് ഇപ്പോഴത്തെ ടെക്നോളജി, സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ഓർഡർ അവർക്ക് നേരിട്ട് കൊടുക്കണോ? പോസ്റ്റൽ വഴി അയക്കാം, മെയിൽ ആയിട്ട് അയക്കാം, ഫാക്സ് ആയിട്ട് അയക്കാം, ടെലിഫോൺ വഴി നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം അല്ലെ? ആണോ? മൊബൈൽ ഫോൺ വഴിയൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാലോ ഓർഡർ. അപ്പൊ എന്താണ് ഇന്നത്തെ ടെക്നോളജി, ടുഡേസ് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് എന്താണ് പർച്ചേസ് ഓർഡർ പോസ്റ്റൽ സർവീസ് വഴി, ഇമെയിൽ വഴി, ഫാക്സ് വഴി അല്ലെങ്കിൽ നമുക്ക് ടെലിഫോൺ മൊബൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സപ്ലയേഴ്സിന് പർച്ചേസ് ഓർഡർ അയച്ചു കൊടുക്കാം. Once a distributor of goods or services receive a purchase order, necessary steps are taken to fill the order. അല്ലേ? നമ്മുടെ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് നമ്മ ആ ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന ആ ഒരു സപ്ലയറിന് അല്ലെങ്കിൽ ആ വെൻഡേഴ്സ് എന്താണ് നമ്മുടെ ആ ഒരു പർച്ചേസ് ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും സ്റ്റെപ്പ്? പർച്ചേസ് ഓർഡർ ഫുൾഫിൽ ചെയ്യിക്കുക അല്ലെ? നമ്മ എന്താണ് ആരാണോ ഈ ബയ്യർ പറഞ്ഞിരിക്കുന്ന ആ ഒരു പർച്ചേസ് ഓർഡർ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ, അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് അല്ലെ? അവര് പറഞ്ഞ ആ ഒരു കറക്റ്റ് ഡേറ്റില്, അവര് പറഞ്ഞ ക്വാണ്ടിറ്റിയില്, അവര് പറഞ്ഞ ക്വാളിറ്റിയില്, അവര് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ ആണോ? ഒരു മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യേ. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? എന്താണ് നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജീസ് അല്ലെ, സാങ്കേതിക വിദ്യകൾ അനുസരിച്ച് എന്താണ് നമുക്ക് പർച്ചേസ് ഓർഡേഴ്സ് പോസ്റ്റൽ സർവീസ് വഴി, പിന്നെ മെയിൽ വഴി,
ഫാക്സ് വഴി ടെലിഫോൺ മൊബൈൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സപ്ലയേഴ്സിന് നമ്മുടെ വെൻഡേഴ്സിന് അയക്കാം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെ, നമ്മൾ ബയേഴ്സ്, നമ്മുടെ സപ്ലയേഴ്സ്, നമ്മൾ ആർക്കാണോ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് ആ ഒരു പർച്ചേസ് ഓർഡർ അവർ സ്വീകരിച്ചതിന് ശേഷം അവർ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ബയ്യർ അല്ലെ, ആരാണോ നമുക്ക് പർച്ചേസ് ഓർഡർ അയച്ചത് അവർക്ക് ആ ഒരു പ്രോഡക്റ്റുകൾ ലഭ്യമാക്കുക എന്നുള്ളതല്ലേ. നെക്സ്റ്റ് പറയുന്നത് when the order ships a packing form is general. അപ്പൊ എന്താണ്, അവർ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സെല്ലേഴ്സിന് സെല്ലേഴ്സിനല്ല ബയേഴ്സിന് എത്തിച്ചു കൊടുക്കണം. അപ്പൊ അതവര് എന്താണ്, ചിലപ്പോ ഷിപ്സ് ആയിരിക്കും അല്ലെ, അവര് അയക്കായിരിക്കും ചെയ്യുന്നത് അല്ലെ, കൊറിയർ വഴിയോ അല്ലെങ്കിൽ ഷിപ്സ് അങ്ങനെയുള്ള ഷിപ്പ് സർവീസിലൂടെയൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പൊ when the order ships a packing form is general, നമ്മൾ കൊറിയർ വഴി അയച്ചാലും ഷിപ്മെന്റ് വഴി അയച്ചാലും എന്താണ്, പാക്കിംഗ് ഫോം സാധാരണയായിട്ട് ജനറൽ ആയിട്ട് ആവശ്യമായി വരുന്നു. ഇൻക്ലൂഡഡ് വിത്ത് ദ ഷിപ്മെന്റ് അല്ലെ, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു ഷിപ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡഡ് വിത്ത് ദ ഷിപ്മെന്റ് വേണം. റെഫറിംഗ് ദ പർച്ചേസ് ഓർഡർ സോ ദാറ്റ് വെൻ the goods are received. പിന്നെ എന്താണ്, പർച്ചേസ് ഓർഡർ വേണം അല്ലെ, എന്താണ് ആ ഒരു ഗുഡ്സ് റിസീവ് ചെയ്യുന്നതിന് അവർക്ക് പർച്ചേസ് ഓർഡർ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡർ വേണം. പിന്നെ എന്താണ്, the order can be marked complete അല്ലെ, എന്താണ് അവർ ആ ഒരു പർച്ചേസ് ഓർഡർ നോക്കി കണ്ടിട്ട് അവർ മാർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റുകൾ അതിലുണ്ടോ, അതിനുള്ള ക്വാണ്ടിറ്റിയിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ ആ ഫോം നോക്കി കണ്ടിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ ദ ഓർഡർ ഹാസ് ബീൻ ഫിൽഡ് ആൻഡ് ഷിപ്പ്ഡ് ഓർ പെർഫോംഡ് ഇഫ് ലേബർ ഈസ് ഇൻവോൾവ്ഡ്, എന്താണ് അവരെല്ലാ കാര്യങ്ങളും നോക്കി വെരിഫൈ ചെയ്തു, ഷിപ്മെന്റ് ചെയ്ത് എന്താണ് അതിനുശേഷം അവർ ഷിപ്മെന്റ് ചെയ്യാണല്ലേ, ഷിപ്മെന്റ് ചെയ്യുന്നു. ആൻഡ് ഇൻവോയ്സ് റിക്വസ്റ്റിംഗ് പേയ്മെന്റ് വിൽ ബി സെൻഡ് ഫ്രം ദ സെല്ലർ ടു ദി പർച്ചേസ് ഓർഡർ. അവരത് ഷിപ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബയേഴ്സിന് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേയ്മെന്റ് അടക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവോയ്സ് സെൻഡ് ചെയ്യുന്നു അല്ലെ, ഇൻവോയ്സ് അയച്ചു കൊടുക്കുന്നു. ദ ഇൻവോയ്സ് വിൽ ഓൾസോ റെഫറൻസ് ദ പർച്ചേസ് ഓർഡർ നമ്പർ. ആ ഒരു ഇൻവോയ്സിൽ എന്തുണ്ടായിരിക്കുമെന്ന്, നമ്മുടെ ആ ഒരു പർച്ചേസ് ഓർഡറിന്റെ നമ്പർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, റെഫറൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ആ പർച്ചേസ് ഓർഡറിൽ നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അതിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്, അങ്ങനെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇൻവോയ്സിൽ പർച്ചേസ് ഓർഡറിന്റെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിസീപ്റ്റ് ഓഫ് ദി ഇൻവോയ്സ് അക്കൗണ്ട്സ് പേയബിൾ ക്യാൻ വെരിഫൈ ആൻഡ് ക്രോസ് റെഫറൻസ് ദ ഇൻവോയ്സ് ടു ദി പർച്ചേസ് ഓർഡർ അല്ലെ, എന്താണ് ആ ഒരു ഇൻവോയ്സ് അവർ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ബയ്യർ ഇൻവോയ്സ് സ്വീകരിച്ചതിന് ശേഷം എന്താണ് അക്കൗണ്ട്സ് പേയബിൾ ചെയ്യുന്നു അല്ലെ, അത് ആ ഒരു ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അവര് അടയ്ക്കുന്നു. ആൻഡ് ക്യാൻ വെരിഫൈ ആൻഡ് ക്രോസ് റെഫറൻസ് ദ ഇൻവോയ്സ് ടു ദി പർച്ചേസ് ഓർഡർ. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ഓർഡറുമായിട്ട് ആ ഒരു ഇൻവോയ്സ് ക്രോസ് റെഫറൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, ശരിക്കും ആ ഒരു കോസ്റ്റ് തന്നെയാണോ നമ്മൾ ഇന്ന് ഈടാക്കിയത് അല്ലെ, ആ ഒരു പറഞ്ഞ ഡേറ്റിന് തന്നിട്ടുണ്ടോ, പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് റെഫറൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ദ പേയ്മെന്റ് ഓഫ് ദി ഇൻവോയ്സ് ബൈ ദ പർച്ചേസർ ഫോർ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ്. ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബയ്യർ ആ ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നതാണ് അല്ലെ, വാങ്ങുന്നതല്ലേ. പർച്ചേസർ ഫോർ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ്, ആ വാങ്ങുന്ന ആള്, പർച്ചേസ് ചെയ്യുന്ന ആള് ആ ഗുഡ്സോ അവർ ഏതാണോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണോ ഓർഡർ ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് അവര് സ്വീകരിക്കുന്നതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ ഒന്ന് മിസ് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. എന്താണ് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് നമുക്ക് എന്താ അറിയാം അല്ലെ, നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ നേരിട്ട് കൊണ്ട് കൊടുക്കണോ സപ്ലയേഴ്സിന്റെ അടുത്ത്, വേണോ? വേണ്ട അല്ലെ, നമുക്ക് മെയിൽ വഴി അയക്കാം, ഫാക്സ് വഴി അയക്കാം, ഫോണിൽ കൂടെ സെൻഡ് ചെയ്യാം അല്ലെ, മൊബൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴി നമുക്ക് അയച്ചു കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മുടെ പർച്ചേസ് ഓർഡർ നമ്മുടെ സെല്ലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു പ്രോഡക്റ്റ് അവര് നമ്മളോട് ഓർഡർ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ്, അതിന് വേണ്ടിയിട്ട് ചിലപ്പോ അവർ ഷിപ്മെന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് കൊറിയർ അയക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരൊരു എന്താണ് പാക്കിംഗ് ഫോം നിർബന്ധമായും ആ ഒരു ഓർഡറിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നമ്മൾ പാക്കിംഗ് സ്ലിപ്പ് പഠിച്ചപ്പോ പഠിച്ചു അല്ലേ.
ആ ഒരു ഇൻവോയ്സിനൊപ്പം പാക്കിംഗ് സ്ലിപ്പ് അല്ലെ. അപ്പൊ അതേപോലെ അത് ഷിപ്മെന്റ് ചെയ്യുമ്പോൾ ആ ഒരു പാക്കിംഗ് സ്ലിപ്പ് നിർബന്ധമായി വെച്ചിട്ടുണ്ടായിരിക്കണം. അതില് ഷിപ്മെന്റ് എങ്ങോട്ടാണ്, ഏത് അഡ്രസ്സിലേക്കാണ് ഷിപ്മെന്റ് ചെയ്യുന്നത്, പിന്നെ എന്താണ് അവർക്ക് റെഫറൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡർ വെച്ചിട്ടുണ്ടായിരിക്കണം. കൂടാതെ ഗുഡ്സുകൾ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഫറൻസിന് വേണ്ടി പർച്ചേസിംഗ് ഓർഡർ വേണം. കൂടാതെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാക്കിംഗ് സ്ലിപ്പ് നോക്കിയും കണ്ടിട്ട് ആ ഒരു പ്രോഡക്റ്റുകൾ അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഓർഡർ ക്യാൻ ബി മാർക്ക്ഡ് കംപ്ലീറ്റഡ്, എന്താണ് ആ ഒരു പർച്ചേസ് ഓർഡർ നോക്കിയും കണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻവോയ്സ് നോക്കിയും കണ്ടിട്ട് അവർക്ക് ഷിപ്മെന്റ് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ അവർ നോക്കുന്നുണ്ടോ, വെരിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ് ആ ഒരു പറഞ്ഞ ക്വാണ്ടിറ്റിയിലുണ്ടോ അല്ലെ, അത്രയും ബോക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ, ആ ഒരു ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന അത്രയും വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്തുണ്ട് മാർക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അത് ഷിപ്മെന്റിന് വേണ്ടിയിട്ട് അവര് റിസീവ് ചെയ്യുന്നത്, ഷിപ്മെന്റ് നടക്കുന്നവര് റിസീവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ചിലപ്പോ എന്താണ്, ചിലപ്പോ ഒരു 10 ബോക്സ് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ഓരോ ബോക്സിലും ഇത്ര ക്വാണ്ടിറ്റിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഒരെണ്ണം മിസ്സായാൽ പിന്നെ വീണ്ടും പണിയാണ് അല്ലെ, കൊടുക്കുന്ന ആൾക്കും ഷിപ്മെന്റ് ചെയ്യുന്ന ആൾക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പർച്ചേസ് ഓർഡർ നോക്കി അല്ലെങ്കിൽ ആ ഒരു ഇൻവോയ്സ് നോക്കി ഇങ്ങാണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ടാണ് അവർ ഷിപ്മെന്റിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ആ ഒരു ഓർഡർ അല്ലെ, സെല്ലേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നതാണ്, എല്ലാ കാര്യങ്ങളും നോക്കി ഷിപ്മെന്റ് ചെയ്തു. ഷിപ്മെന്റ് ചെയ്തതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആരാണോ വാങ്ങിയത് അല്ലെ ബയേഴ്സിന് ആ ഒരു നമ്മൾ ഷിപ്മെന്റ് ചെയ്ത ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് പൈസ അടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻവോയ്സ് അയക്കുന്നു. അതിനുശേഷം എന്താണ്, ആ ഒരു ഇൻവോയ്സിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്ന റെഫറൻസിന് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡറിന്റെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ അവർക്ക് അറിയാം അല്ലെ, ആ ഒരു പ്രോഡക്റ്റിൽ ആ ഒരു എന്താണ് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ലീഡ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എത്ര കോസ്റ്റ്, എത്ര ചെലവാണ് അല്ലെ, എത്രയാണ് അവർ ടോട്ടൽ പറഞ്ഞിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻവോയ്സിൽ പർച്ചേസ് ഓർഡർ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അവർ ഇൻവോയ്സ് നമ്മുടെ ബയേഴ്സ് ഇൻവോയ്സ് സ്വീകരിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേയ്മെന്റ് നടത്തുന്നു അല്ലെ. കൂടാതെ അവർ ഇൻവോയ്സും പർച്ചേസ് ഓർഡറും കൂടി അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടോ അല്ലെ, ആ ഒരു പോസ്റ്റ് തന്നെയാണോ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് അല്ലെ, അതറിയുന്നതിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ക്രോസ് റെഫറൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ആ ഒരു ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പേയ്മെന്റ് നമ്മൾ നടത്തിയതിന് ശേഷം നമുക്ക് ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ആ ഒരു സർവീസ് നമ്മുടെ പർച്ചേസർ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നിങ്ങൾ എന്തെങ്കിലും കൊറിയർ വഴി അയക്കാറുണ്ടോ, ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ അയക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറില്ലേ? ഇല്ലേ? പാക്കിങ് ശരിക്കാണോ അല്ലെ, പാക്കിങ് കറക്റ്റ് ആണോ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അല്ലെ അവർ അയക്കുന്നത്. വെയിറ്റ് നോക്കും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ദ ഓർഡർ ക്യാൻ ബി മാർക്ക്ഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഹു ഇഷ്യൂസ് എ പർച്ചേസ് ഓർഡർ. നമ്മുടെ പർച്ചേസ് ഓർഡർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, നമുക്കറിയാം. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്.
ഓക്കെ, ആരാണ് പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്, നൽകുന്നത് ആരാണ് പർച്ചേസ് ഓർഡർ? ബയ്യർ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് പർച്ചേസ് ഓർഡർ അവർ അയക്കുന്നത്? നമ്മ ഇതൊക്കെ പഠിച്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ്സിനോ സർവീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നമ്മുടെ സെല്ലേഴ്സിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ നോക്കിയേ, who issues a purchase order? Purchase order are initiated by the purchaser അല്ലെ? പർച്ചേസ് ഓർഡറിന്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് പർച്ചേസർ ആണ്. ആൻഡ് ജനറലി ആർ ഓൺ യൂണിക്ലി നമ്പേർഡ് ആൻഡ് പ്രീ പ്രിന്റഡ് ഫോംസ് അല്ലെ? നമ്മ പറഞ്ഞു പർച്ചേസ് ഓർഡറിൽ എന്ത് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ യൂണിക്ലി നമ്പേഴ്സ് അല്ലേ? ഒരു നമ്പർ, പർച്ചേസ് ഓർഡറിന് നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ആദ്യത്തെ പർച്ചേസ് ഒന്നാണെങ്കിൽ നമ്പർ 1 ആണെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യും? 2 അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു പർച്ചേസ് ഓർഡറിൽ അവരൊരു യൂണിക്ലി നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് അവർ അത് പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത്? ഒരു പ്രീ പ്രിന്റഡ് ഫോംസിൽ യൂണിക്ലി ഓർഡർ നമ്പർ കൊടുത്തിങ്ങാണ്ടാണ് നമ്മുടെ പർച്ചേസർ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത്. ഓക്കെയാണോ? ഒരു പ്രീ പ്രിന്റഡ് ഫോംസിൽ മുൻകൂട്ടി ഒരു പർച്ചേസ് ഓർഡറിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രീ പ്രിന്റഡ് ഫോംസിൽ ഒരു യൂണിക്ലി നമ്പർ കൊടുത്തിട്ടാണ് നമ്മുടെ പർച്ചേസർ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് depending on the size of the company, one person may be responsible for initiating purchase order such as purchasing agent. അതായത് ഓരോ കമ്പനിയെയും അനുസരിച്ച് അവിടുത്തെ സൈസ് അനുസരിച്ച് ആ ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെ? മിക്കവാറും സച്ചാസ് അതായിരിക്കും ഒരു പർച്ചേസ് ഏജന്റ് ആയിരിക്കും ആ ഒരു പർച്ചേസിംഗ് ഓർഡർ തയ്യാറാക്കുന്നത്. ഒരു കമ്പനിയുടെ സൈസ് അനുസരിച്ച്, വലിപ്പം അനുസരിച്ച്, ചിലപ്പോ ചെറിയ കമ്പനികളാണെങ്കിൽ അതിനുവേണ്ടി 3-4 ആളുകൾ കൂടിയിട്ടായിരിക്കും അല്ലെ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക വ്യക്തി അവർ നിയമിക്കുന്നില്ല അല്ലെ? അവർക്ക് എന്താണ് പേയ്മെന്റ് ഒക്കെ നടത്തണം അല്ലെ? അതിനുവേണ്ടി പർച്ചേസിംഗ് ഓർഡർ പ്രിപ്പയർ ചെയ്യാനും അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ എന്ത് വേണം? ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ അയാൾക്കും കൂടെ സാലറി കൊടുക്കണ്ടേ? അപ്പൊ സ്മോൾ സൈസ്ഡ് കമ്പനിയൊക്കെ ആവുമ്പോഴെന്താണ്, ചെറിയ കമ്പനിയൊക്കെ ആവുമ്പോഴേക്കിനും ചിലപ്പോൾ അവർക്ക് ആ ഒരു എക്സ്പെൻസ് ഒക്കെ താങ്ങാൻ പറ്റില്ല അല്ലെ? അപ്പൊ ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും അവർക്ക് ഏത് പ്രോഡക്റ്റ് ആണോ ആവശ്യമായി വരുന്നത് അതിനു വേണ്ടിയിട്ട് ആ ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത്. ഓക്കെയാണോ? അതായത് ആ ഒരു കമ്പനിയുടെ സൈസ് അനുസരിച്ച് എന്താണ് പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. എന്താണ് ജനറലി അല്ലെ നമ്മ അവര് എന്താണ് പറയുന്നത്? പർച്ചേസിംഗ് ഏജന്റ് എന്നായിരിക്കും പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓർ അല്ലെങ്കിൽ സെവറൽ പീപ്പിൾ വിത്തിൻ എ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് മേ ഷെയർ ദ ടാസ്ക് ഓഫ് ഓർഡറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് ആളുകൾ, സെവറൽ പീപ്പിൾസ്, കുറച്ച് ആളുകൾ കൂടിച്ചേർന്നിട്ടാണ് ആ ഒരു ടാസ്ക് പർച്ചേസ് ഓർഡർ തയ്യാറാക്കുക എന്നുള്ള ആ ഒരു ടാസ്ക് ചെയ്യുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത് ഒരു പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള ഫോംസിൽ യൂണിക്ലി നമ്പർ കൊടുത്തുകാണിട്ട് നമ്മുടെ പർച്ചേസർ ആണ് തയ്യാറാക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ വലിപ്പം അനുസരിച്ച് എന്താണ് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വ്യക്തി ഉണ്ടായിരിക്കും. അയാൾ എന്താണ് പർച്ചേസിംഗ് ഏജന്റ് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കൂട്ടം ആളുകൾ അല്ലെ, കുറച്ച് ആളുകൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ഗുഡ്സുകൾ അല്ലെങ്കിൽ സർവീസുകളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിനുള്ള ആ ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, മേക്ക് ഷുവർ യു ആർ using purchase order in the most efficient way with the following best practices. ഇനി പറയുന്ന നമുക്ക് താഴെ പറയുന്ന മികച്ച രീതികൾ ഉപയോഗിച്ച് കാണിട്ട് നമുക്ക് എന്താണ്, നമുക്ക് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ എന്താണ് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. താഴെ പറയുന്ന
മികച്ച രീതികൾ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ പർച്ചേസ് ഓർഡറുകൾ ഉപയോഗിക്കുന്നു എന്ന് എന്താണ് ഉറപ്പാക്കുക അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്? ക്ലിയർലി ഡിഫൈൻ who is responsible for handling purchase order within the company അല്ലെ. എന്താണ് ആ ഒരു കമ്പനിയില് പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. നിർവചിച്ചിട്ടുണ്ടായിരിക്കും ആർക്കാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി. അതല്ലെങ്കിൽ എന്ത് പറ്റും? ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് ഓർഡർ തയ്യാറാക്കില്ലേ? ചിലപ്പോ എന്താണ് നമ്മുടെ പർച്ചേസിംഗിൽ ഒരാള് തയ്യാറാക്കിയത് അറിയാതെ വേറൊരാളും കൂടി ക്രിയേറ്റ് ചെയ്യാം അല്ലെ പർച്ചേസ് ഓർഡർ. ആണോ? വ്യക്തമായ ധാരണയില്ലെങ്കിൽ 2-3 ആളുകള് പർച്ചേസ് ഓർഡർ തയ്യാറാക്കാം അല്ലെ. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് ആ ഒരു കമ്പനിയിൽ നമ്മുടെ പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസ് ഓർഡറുകളൊക്കെ തയ്യാറാക്കുന്നത് ആർക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം എന്ന് വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? നിർവചിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡു നോട്ട് അലോ employees to submit purchase orders as needed since this practice might result in duplication orders അല്ലെ. എന്താണ് നമുക്ക് ആവശ്യാനുസരണം പർച്ചേസ് ഓർഡറുകൾ സമർപ്പിക്കാൻ ജീവനക്കാരെ അനുവദിക്കരുത് അല്ലെ. അപ്പൊ ഇങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഡ്യൂപ്ലിക്കേറ്റഡ് പർച്ചേസ് ഓർഡർ നിർമ്മിക്കാൻ കാരണമായിരിക്കാം അല്ലെ. ഇപ്പൊ ഒരു സാധനങ്ങൾ ആവശ്യമാണെങ്കിൽ അവരെന്ത് ചെയ്യണം? കൂടി ആലോചിച്ചിട്ട് വരണം അല്ലെ പർച്ചേസ് ഓർഡർ തയ്യാറാക്കാനായിട്ട് അല്ലെ. അതല്ലെങ്കിൽ ഓരോ ആവശ്യാനുസരണം അവര് തയ്യാറാക്കുകയാണെങ്കിൽ എന്താണ്? ചിലപ്പോ മറ്റേ ഒരു പേഴ്സൺ അറിയില്ലായിരിക്കും അല്ലെ. അവർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മറ്റാളുകൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ അവര് പ്രിപ്പയർ ചെയ്യും അല്ലെ. അപ്പൊ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് തന്നെ എന്താണ് 1, 2, 3 പർച്ചേസ് ഓർഡറുകൾ തയ്യാറാക്കില്ലേ? അപ്പൊ അതെന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുകയാണോ? ഒരെണ്ണം മാത്രം നമുക്ക് ഒറിജിനൽ പറ്റുള്ളൂ, ബാക്കി 2 ഡ്യൂപ്ലിക്കേഷൻ ആണോ? ആണല്ലേ. അപ്പൊ എന്താണ്? നമുക്ക് ആവശ്യാനുസരണം പർച്ചേസ് ഓർഡറുകൾ നിർമ്മിക്കാൻ എന്താണ്? ജീവനക്കാരെ അനുവദിക്കരുത്. കാരണം ഇത് ഡ്യൂപ്ലിക്കേഷൻ പർച്ചേസ് ഓർഡേഴ്സ് നിർമ്മിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് ഒരു വ്യക്തമായ ധാരണയോട് കൂടി മാത്രമാണ് നമുക്ക് പർച്ചേസ് ഓർഡറുകൾ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ പർച്ചേസ് ഓർഡറുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് ആർക്കാണ് ഉത്തരവാദിത്വം? ആരാണ് അതിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നതെന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇൻക്ലൂഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ വിത്ത് യുവർ പർച്ചേസ് ഓർഡേഴ്സ് that specify how to handle purchase order and define each party's responsibilities അല്ലെ. കൂടാതെ എന്താണ്? ആ ഒരു പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ വ്യക്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ പർച്ചേസ് ഓർഡർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ ഒരു ഈച്ച് പാർട്ടീസ് അല്ലെ നമ്മുടെ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും എന്താണ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. നമ്മ പർച്ചേസ് ഓർഡറിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോ അതിൽ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടില്ലേ? അപ്പൊ അതേപോലെ എന്താണ്? നമ്മ പർച്ചേസ് ഓർഡറിൽ ഓരോ പാർട്ടീസിന്റെയും നമ്മുടെ ബയേഴ്സിന്റെയും നമ്മുടെ സെല്ലേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് യൂസ് ആൻ ഇലക്ട്രോണിക് സിസ്റ്റം ടു മാനേജ് പർച്ചേസ് ഓർഡർ അല്ലെ. നമ്മ പർച്ചേസ് ഓർഡറുകൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിക്കുക അല്ലെ. നമ്മ പേപ്പർ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കത് മിസ്സായൊക്കെ പോവാം അല്ലെ. നമ്മ ഇലക്ട്രോണിക് രീതിയിൽ നമ്മ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ആ ഒരു യൂണിറ്റ് ഓർഡർ ഒക്കെ നമുക്ക് ആ ഒരു നമ്പർ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് പെട്ടെന്ന് ട്രാക്ക് ചെയ്തൂടെ വിവരങ്ങൾ സിസ്റ്റത്തില്?
അപ്പൊ നോക്കിയേ, use an electronic system to manage purchase order. പർച്ചേസ് ഓർഡറുകൾ കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. This system abolishes unnecessary paperwork and allows you more easily track your orders. അല്ലെ, നമുക്ക് ഇതെന്താണ്, അനാവശ്യ പേപ്പർ വർക്കുകൾ കുറയ്ക്കുകയും കുറയ്ക്കുകയും കൂടാതെ നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഓക്കെയാണോ എല്ലാവർക്കും? ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ആ ഒരു നമ്പർ യൂണിക്കലി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് കിട്ടില്ലേ, അതിന് വരുന്ന എക്സ്പെൻസ് എന്താണ് അല്ലെ, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലീഡ് ടൈം എന്നാണ്, ഏത് ബയേഴ്സിന്റെ നിന്നാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് കിട്ടില്ലേ? ഓക്കെ അല്ലേ ഇത്? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഓർഡർ വിൽ ഹെൽപ്പ് യു ഹാൻഡിൽ എസെൻഷ്യൽ ട്രാൻസാക്ഷൻ ഫോർ യുവർ ബിസിനസ് ആസ് ഈസിലി ആസ് പോസിബിൾ ബൈ കീപ്പിംഗ് ദം വെൽ ഓർഗനൈസ്ഡ്, ഈസിലി റെഫറൻസ്ഡ്. എന്താണ് നമ്മുടെ പർച്ചേസ് ഓർഡർ നമ്മളെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ സഹായിക്കുന്നുണ്ട് അല്ലെ, ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് പർച്ചേസ് ഓർഡേഴ്സ്? നമ്മൾ ആ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കായി, കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു പർച്ചേസ് ഓർഡറിൽ നമ്മൾ ഇങ്ങനെയൊക്കെ രീതിയിൽ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ബയേഴ്സിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സൂക്ഷിച്ചൂടെ? കൂടാതെ ആ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് റെഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പർച്ചേസ് ഓർഡർ വെച്ചിട്ട്? ഓഡിറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ഈ പർച്ചേസിങ് ഓർഡർ വെച്ച് നമുക്ക് പെട്ടെന്ന് റെഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ നടത്തിയ ഇടപാടുകള്, ട്രാൻസാക്ഷൻസ് ഇല്ലേ? അപ്പൊ എന്താണ്, ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെ, ഇടപാടുകൾ നമുക്ക് സൂക്ഷിക്കാനും കൂടാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യാനും ഈ ഒരു പർച്ചേസ് ഓർഡർ സഹായിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും. നെക്സ്റ്റ് സ്റ്റോക്ക് രജിസ്റ്റർ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ളത് പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മ ഷെയർ ഹോൾഡേഴ്സും ഷെയർ മാർക്കറ്റിലൊക്കെ ഷെയർ എടുക്കൂലേ, ചിലപ്പോ അവർ കൊടുക്കാം അല്ലെ, ചില കമ്പനീസ് കോർപ്പറേറ്റഡ് കമ്പനികളൊക്കെ എന്ത് ചെയ്യും, അവർ ഷെയർസ് മറ്റുള്ളവർക്ക് കൊടുക്കില്ലേ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ ഇല്ലേ, ഇത്ര നിശ്ചിത പ്രോഫിറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് അല്ലെ, നിശ്ചിത പ്രോഫിറ്റ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞങ്ങാണ്ട് ഷെയർ കൊടുക്കാറുണ്ടോ വിപണിയില, മാർക്കറ്റില്? കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഒരു കമ്പനി വലിയ കമ്പനിയാണ്, കോർപ്പറേറ്റഡ് കമ്പനിയാണ്, അവർ ചിലപ്പോ നഷ്ടത്തിൽ പോവായിരിക്കും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അവരുടെ പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ആ കമ്പനിയുടെ ഷെയർ അവർ മാർക്കറ്റിൽ വിൽപ്പന നടത്തും അല്ലെ? ആണോ? പറയേ, വിൽപ്പന നടത്തും. എന്നിട്ട് പറയും ഓരോ ഷെയറിനും ഇത്ര വാല്യൂ, ഇത്ര മൂല്യം തരാമെന്ന് പറഞ്ഞു കണ്ടായിരിക്കും അല്ലെ, ഇത്ര പ്രോഫിറ്റ് തരാമെന്ന് പറയാലോ. അപ്പൊ ചിലവര് ഒരു ഷെയർ എടുക്കും, ചിലവര് 2 ഷെയർ എടുക്കും അല്ലെ, അവര് ആ ഒരു കയ്യിലുള്ള പൈസയുടെ അടിസ്ഥാനത്തിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഷെയർ മാർക്കറ്റ് ഷെയർസിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ ആണ് കേട്ടോ ആദ്യം പറയുന്നത്. ഓക്കെ, 2 തരത്തിലുള്ള സ്റ്റോക്ക് രജിസ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, സ്റ്റോക്ക് രജിസ്റ്റർ ഈസ് എ ഡീറ്റെയിൽഡ് റെക്കോർഡ് kept of the share issued by the corporation as well as any repurchases and transfer between
ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. എന്താണ് ഫസ്റ്റത്തെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോർപ്പറേഷൻ, അതായത് ഒരു കോർപ്പറേറ്റഡ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകളുടെയും ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള റീപർച്ചേസുകളുടെയും അവർ തമ്മിലുള്ള ആ ഒരു ട്രാൻസ്ഫറിലെ കൈമാറ്റങ്ങളുടെയും വിശദമായ രേഖയെയാണ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു കോർപ്പറേറ്റഡ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടില്ല, അവര് മാർക്കറ്റില് അവര് നൽകിയിട്ടില്ല അല്ലെ, അവര് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകളുടെയും ഷെയർ ഹോൾഡർമാർ തമ്മിലുള്ള റീപർച്ചേസുകളുടെയും കൈമാറ്റങ്ങളുടെയും വിശദമായ രേഖയാണ് സ്റ്റോക്ക് രജിസ്റ്റർ. ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്ര ഷെയർ എടുത്തിട്ടുണ്ട്, അവർ എത്ര പൈസ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവര് പിന്നെന്താണ് കമ്പനി ആ ഒരു ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് റീപർച്ചേസ് ചെയ്തിട്ടുണ്ടോ അല്ലെ, അവർക്ക് കൊടുത്ത ഷെയർ തിരിച്ചു വാങ്ങിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിശദമായ രേഖയെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ. Next, a register is most commonly maintained by a public held company. അല്ലെ, ഈ രജിസ്റ്റർ എന്താണ്, നമ്മുടെ പബ്ലിക് ഹെൽഡ് കമ്പനികളാണ്, പബ്ലിക് ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് പരിപാലിക്കുന്നത്. അതായത് നമ്മുടെ കോർപ്പറേറ്റഡ് കമ്പനീസ് ഒക്കെ തന്നെയാണ് ആ ഒരു രജിസ്റ്റേഴ്സ് പരിപാലിച്ച് സൂക്ഷിക്കുന്നത്. ബട്ട് ക്യാൻ ബി കെപ്റ്റ് by any corporation, especially when there are many shareholders. അല്ലെ, കൂടാതെ അതെന്താണ്, നമ്മുടെ കോർപ്പറേറ്റഡ് വലിയ കമ്പനികളും സൂക്ഷിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പല ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ ഷെയർസ് വിറ്റിട്ടുണ്ട് അല്ലെ, കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കണ്ടേ, ഡീറ്റെയിൽസ്, ഇൻഫോർമേഷൻസ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ്, പബ്ലിക് ഹെൽഡ് കമ്പനി അല്ലാതെ എന്താണ്, നമ്മുടെ കോർപ്പറേറ്റഡ് കമ്പനീസും നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെയാണോ? പൊതു ഉടമസ്ഥതയിലുള്ള പബ്ലിക് ഹെൽഡ് കമ്പനി, പൊതു ഉടമസ്ഥതയിലുള്ള കമ്പനീസ് ആണ് സാധാരണയായിട്ട് ഈ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. പക്ഷേ എന്താണ്, നമ്മുടെ കോർപ്പറേറ്റഡ് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഷെയർസ് വിൽക്കുന്നുണ്ട് അല്ലെ മാർക്കറ്റില്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോർപ്പറേറ്റഡ് കമ്പനീസും ഈ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് കേട്ടോ. There are three main types of inventory records അല്ലെ, നമ്മുടെ സ്റ്റോക്ക് റെക്കോർഡ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് അല്ലെ. ആ ഒരു സ്റ്റോക്ക് റെക്കോർഡ്സ് 3 തരത്തിലാണ് ഉള്ളത്, പ്രധാന തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് പറയുന്നത് കാറ്റഗറി റെക്കോർഡ്സ്, വെണ്ടർ റെക്കോർഡ്സ് ആൻഡ് ഐറ്റം റെക്കോർഡ്സ്. എന്താ പേരിന് തന്നെ അറിയാം അല്ലെ, കാറ്റഗറി നമുക്ക് അറിയാറില്ലേ, ഇന്ന കാറ്റഗറിയിലാണ് പെടുന്നത് അല്ലെ. ഉണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും കാറ്റഗറി എന്ന് പറയുന്നത്? നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്താണ്, പലതരത്തിൽ വരുന്നുണ്ട് അല്ലെ. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഇല്ലേ, ക്ലോത്ത്സുകൾ ഉണ്ട് അല്ലെ. കാറ്റഗറി എന്ന് പറയുമ്പോൾ ക്ലോത്ത്സുകൾ വരുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് ഉണ്ടോ, ഫുഡ് അത് വേറൊരു കാറ്റഗറിയാണ് അല്ലെ. ഹൗസ് ഹോൾഡ് വേറൊരു കാറ്റഗറിയാണ് അല്ലെ. ആണോ? ആണോ? അപ്പൊ എന്താണ്, ആ ഒരു പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെയില് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റുകളുടെ ആ ഒരു കാറ്റഗറി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഐറ്റംസിനെ കാറ്റഗറൈസ് ചെയ്ത് അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നതിനെയാണ് കാറ്റഗറി റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വെഞ്ചർ റെക്കോർഡ്സ്. അപ്പൊ എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വെഞ്ചർ റെക്കോർഡ്സ് എന്തായിരിക്കും?
കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് വാങ്ങിക്കുന്ന ആ ഒരു പ്രോഡക്റ്റുകളും ആ ഒരു ഐറ്റംസും ആ ഒരു സർവീസുകളും ഏത് വെൻഡേഴ്സിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അല്ലെ? ഒരുപാട് സപ്ലയേഴ്സിൽ നിന്നും ഒരുപാട് വെൻഡേഴ്സിൽ നിന്നായിരിക്കും നമ്മ പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് അല്ലെ? ആണോ? അപ്പൊ ആ ഒരു വെൻഡേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൻഡർ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് അപ്പൊ ഐറ്റം റെക്കോർഡ് എന്താണ്? ഐറ്റം റെക്കോർഡ് നമ്മ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മ വിൽക്കുന്ന ഐറ്റംസിന്റെ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ സർവീസ് ഗുഡ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അല്ലെ? ഒന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ വിൽപ്പന നടത്തുന്നത് ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഓക്കെ ആണോ? ഇനി എടുക്കാലോ. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ നോക്കിയേ, കാറ്റഗറി റെക്കോർഡ് കീപ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ്. എന്താണ്? ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വിവരങ്ങൾ സൂക്ഷിക്കുന്നത്. യു മേ ഹാവ് ഹിയർഡ് ദ കോഡ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ക്ലാസസ് അല്ലെ? നമുക്ക് കേട്ടിട്ടുണ്ടാവും അതിനെന്താണ് ഡിപ്പാർട്ട്മെന്റ് എന്നോ അല്ലെങ്കിൽ ക്ലാസ് എന്നോ ക്ലാസിഫൈ ചെയ്യുന്നു, തരം തിരിക്കുന്നു. ആർട്ടിസൻ അലൗസ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് കാറ്റഗറൈസേഷൻ. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകളിലെ കൈകൊണ്ട് നിർമ്മിക്കുന്നത്, ജ്വല്ലറി, ക്ലോത്തിങ്, പിന്നെ എന്താണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്, ഹോം ഡെക്കർ, അതൊക്കെ എന്താണ് കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ് അല്ലെ? കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയാലോ, കൈകൊണ്ട് നിർമ്മിക്കുന്ന. കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ആർട്ടിസൻസ് പ്രോഡക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. സോ വി ജസ്റ്റ് കോൾ ദ കാറ്റഗറി. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് പറയുന്നു? കാറ്റഗറി എന്ന് പറയുന്നു. ഓക്കെ ആണോ? എന്താണ് ഫുഡ് ഐറ്റംസ് തന്നെയാണോ? ക്ലോത്ത്സിലും ഫുഡ് ഐറ്റംസിൽ പെടുന്നത് തന്നെയാണോ ക്ലോത്ത്സിൽ പെടുന്നത്? ആണോ? അല്ല. അത് തന്നെയാണോ ഡിജിറ്റൽ പ്രോഡക്റ്റിൽ പെടുന്നത്? അല്ല. ഇതൊക്കെ വേറെ സെപ്പറേറ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മ വാങ്ങുന്ന പ്രോഡക്റ്റുകളെ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് തിരിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നതാണ് കാറ്റഗറി റെക്കോർഡ്സ്. ഓക്കെ ആണോ? നമ്മ ഈ കാറ്റഗറൈസ് ചെയ്യുന്നതിനെ ഡിപ്പാർട്ട്മെന്റ് എന്നോ ക്ലാസ് എന്നോ പറയുന്നു. അതല്ലെങ്കിൽ ആർട്ടിസൻസിനെ നമ്മൾ മൾട്ടിപ്പിൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വെഞ്ചർ റെക്കോർഡ്സ് അല്ലെ? കീപ് ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനീസ് ആൻഡ് പീപ്പിൾ യു ബൈ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് അല്ലെ? എന്താണ് ഒരു കമ്പനി അവര് വാങ്ങുന്ന പ്രോഡക്റ്റുകളും സർവീസുകളും ഏത് വെൻഡേഴ്സിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ആ വെൻഡേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കുന്നതാണ് വെൻഡേഴ്സ് റെക്കോർഡ്സ്. ഓക്കെ ആണോ? ഒരു കമ്പനി അവര് വാങ്ങുന്ന അല്ലെ ബൈ ചെയ്യുന്ന പ്രോഡക്റ്റുകളും സർവീസുകളും ഏത് ആളിൽ നിന്ന് ഏത് വെൻഡേഴ്സിൽ നിന്നാണ് വാങ്ങുന്നത്, ആ വെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കുന്നതാണ് വെൻഡേഴ്സ് റെക്കോർഡ്സ്. ഓക്കെ ആണോ? നമ്മ വെൻഡേഴ്സ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മിസ് വെൻഡേഴ്സ് റെക്കോർഡ് ഇൻഫോർമൽ റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് മിസ് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ? ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് വെൻഡറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? അതിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറീസ്, ജേർണൽസ്, ലോഗ് ബുക്ക്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓർമ്മയുണ്ടോ? ലോഗ് ബുക്ക് ഒക്കെ വെൻഡർ ഇവാലുവേഷൻ റെക്കോർഡ്. അപ്പൊ ഇതൊക്കെ എന്താണ് വെൻഡർ റെക്കോർഡ്സിന് എക്സാമ്പിൾ അല്ലേ? ഡയറി. ഒന്ന് കമ്പയർ ചെയ്യാട്ടോ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ അല്ലേ? Next, item records are the individual products or services that you sell. നമ്മ വിൽക്കുന്ന എന്താണ് വ്യക്തിഗത പ്രോഡക്റ്റുകളുടെയോ അല്ലെങ്കിൽ സർവീസുകളുടെ ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നതാണ് ഐറ്റം റെക്കോർഡ്. You may hear of them called SKU.
സ്റ്റോക്ക് കീപ്പിംഗ് റെക്കോർഡ് എന്ന് പറയുന്നുണ്ട്. യൂണിറ്റ്, സോറി, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമ്മ പഠിച്ചു അല്ലെ. നമ്മ ഇതിനെ എങ്ങനെയാണ് പറയുന്നത്? ഈ ഒരു ഐറ്റം റെക്കോർഡിനെ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് നമ്മ പറഞ്ഞു. ഓരോ ഐറ്റംസിനെ നമ്മ ഒരു പ്രത്യേക പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്പേഴ്സ് കൊടുത്ത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്. അപ്പൊ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന് എന്താണ് പറയുന്നത്? സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്ന് പറയുന്നു. ഈച്ച് ഐറ്റം റെക്കോർഡ് മസ്റ്റ് ഹാവ് എ കാറ്റഗറി ആൻഡ് വെൻഡർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് ഓരോ ഐറ്റം റെക്കോർഡിലും ഓരോ പ്രോഡക്റ്റിലും എന്ത് കൊടുക്കുന്നുണ്ട്? അതിന്റെ കാറ്റഗറി ഏതാണ്. ഇപ്പൊ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വല്ലതുണ്ട് അല്ലേ? നമ്മ നോക്കിയ പച്ചക്കറി ഉണ്ട്, നോൺ വെജ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ ആ ഒരു ഐറ്റം അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു, അത് ഏത് വെൻഡേഴ്സിൽ നിന്നാണ് നമ്മ വാങ്ങുന്നത് എന്നുള്ള വിവരങ്ങള് അത് ആ ഒരു ഐറ്റം റെക്കോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഒരു എക്യുപ്മെന്റ് ആണ്, ഇപ്പൊ തെർമോമീറ്റർ ആണെങ്കിൽ അതെന്താണ്? തെർമോമീറ്റർ ഏതിൽ പെടുന്നു? മെഡിക്കൽ എക്യുപ്മെന്റിൽ പെടുന്നു. അത് ഏത് വെൻഡേഴ്സിൽ നിന്നാണ് വാങ്ങുന്നത് അല്ലെ? അപ്പൊ അതൊരു ശ്രേണി പോലെ പോകാണോ? സീരീസ് പോലെ പോകാണ് അല്ലെ? അപ്പൊ അതേപോലെ എന്താണ്? ഓരോ ഐറ്റത്തിനെ കുറിച്ചും ഉണ്ടായിരിക്കും. കൂടാതെ ആ ഒരു ഐറ്റം ഏത് കാറ്റഗറിയിൽ പെടുന്നു, ഏത് വെൻഡേഴ്സിൽ നിന്നാണ് ആ ഒരു പ്രോഡക്റ്റ് അവർ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഐറ്റം റെക്കോർഡില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Before you can start selling a product, at least one of each of these records അല്ലെ, നിങ്ങൾ ഒരു ഉൽപ്പന്നം അതായത് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിന് മുമ്പ് അല്ലെ, വിൽപ്പന നടത്താൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു റെക്കോർഡ് എങ്കിലും നമ്മുടെ കയ്യിൽ, ഇതിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് എങ്കിലും നമ്മുടെ കയ്യിൽ വേണം. ബിഫോർ യു ക്യാൻ സ്റ്റാർട്ട് സെല്ലിംഗ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിന് മുമ്പ് എന്ത് വേണം? ഈ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്ന ആ 3 റെക്കോർഡുകളിലെ ഏതെങ്കിലും ഒരു റെക്കോർഡ് നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് പർപ്പസ് ഓഫ് സ്റ്റോക്ക് രജിസ്റ്റർ അല്ലെ. നമ്മളിവിടെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ് നോക്കി. ദ പർപ്പസ് ഓഫ് ദി സ്റ്റോക്ക് രജിസ്റ്റർ ഡാറ്റാബേസ് ഈസ് ടു കീപ് എ റെക്കോർഡ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് എ കമ്പനി സെക്യൂരിറ്റി ട്രേഡ്സ് അല്ലെ. എന്താണ്? നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റി ട്രേഡുകളുടെ ഹിസ്റ്ററി സൂക്ഷിക്കുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റോക്ക് രജിസ്റ്ററിന്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്ക് സെക്യൂരിറ്റി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർസ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. മിസ് നേരത്തെ പറഞ്ഞു ചില കമ്പനീസ് എന്ത് ചെയ്യും? അവർ ഷെയർസ് കൊടുക്കും അല്ലെ. അപ്പൊ ആ ഒരു ഷെയർസ് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി സൂക്ഷിക്കണ്ടേ? ഒരാൾക്കും എത്ര ഷെയർ കൊടുത്തിട്ടുണ്ട് അല്ലെ, അവർക്ക് എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, അവർക്ക് എത്ര പ്രോഫിറ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? അപ്പൊ എന്താണ് എന്താണ് ഒരു കമ്പനി കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി ട്രേഡുകളുടെ ഹിസ്റ്ററി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദിസ് ഡാറ്റാബേസ് ഓൾസോ റെക്കോർഡ്സ് ഡീറ്റെയിൽ കൺസേണിംഗ് എ കമ്പനി സ്റ്റോക്ക് ആസ് വെൽ ആസ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് എ കമ്പനി സ്റ്റോക്ക് ഹോൾഡേഴ്സ് അല്ലെ. എന്താണ് ഈ ഡാറ്റാബേസ്? ഈ കമ്പനിയുടെ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും കമ്പനിയുടെ ഓഹരി ഉടമകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും രേഖപ്പെടുത്തുന്നു അല്ലെ. എന്താണ്? ആ ഒരു കമ്പനിയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, കൂടാതെ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് ഹോൾഡേഴ്സിന്റെ വിവരങ്ങളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഈ ഒരു ഡാറ്റാബേസിൽ സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് എന്താണ്? must maintain a precise and complete register at all times so that the company can fully trust the information it involves is stock and shareholders അല്ലെ. എന്താണ്? നമ്മുടെ പബ്ലിക്കലി ട്രേഡ് ഉള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് നിർബന്ധമായിട്ടും എന്താണ്? കൃത്യമായിട്ടും
കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ എല്ലാ സമയത്തും അല്ലെ അപ്ഡേറ്റ് ചെയ്ത് തയ്യാറാക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യാണ് ആ കമ്പനി. അതുകൊണ്ട് തന്നെ നമ്മ അങ്ങനെ മുഴുവൻ ഇൻഫർമേഷൻസും A to Z ഇൻഫർമേഷൻസും ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും അവർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയോട് ഒരു വിശ്വസ്തത വരും. അവരുടെ സ്റ്റോക്സിൽ, അവരുടെ ഷെയർ ഹോൾഡേഴ്സിൽ നമുക്ക് വിശ്വസ്തത വരില്ലേ? നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് വെരിഫൈ ചെയ്യുമ്പോൾ അവർ കള്ളത്തരങ്ങൾ കാണിക്കുന്നില്ല അല്ലെ. അവർ ആക്യുറേറ്റ് ആയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. നമുക്ക് അതല്ല, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് വ്യക്തമായിട്ടുള്ള കണക്കുകളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്താ വിചാരിക്കേണ്ടത്? അവര് തിരിമറി നടത്തുന്നുണ്ട് എന്നല്ലേ? അങ്ങനെയല്ലേ? ഒരു കമ്പനിയിലെ തിരിമറി നടത്തുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്റ്റോക്ക് രജിസ്റ്ററുമായി ബന്ധപ്പെട്ടും അവരുടെ ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്താണ് കൃത്യമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ എല്ലാ സമയത്തും അല്ലെ അപ് ടു ഡേറ്റ് ആയിട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഡാറ്റാബേസ് അപ്പൊ ഇങ്ങനെ കൃത്യമായി തയ്യാറാക്കുന്നത് മൂലം ഈ ഒരു ഡാറ്റാബേസ് കമ്പനിയുടെ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള എന്താണ് അവരിൽ വിശ്വസ്തത ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതുവഴി എന്താണ് അതിന്റെ സ്റ്റോക്കും ഷെയർ ഹോൾഡർമാരും ഉൾപ്പെടുന്ന വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നു അല്ലെ. ഇങ്ങനെ അപ് ടു ഡേറ്റ് ചെയ്ത് തയ്യാറാക്കുന്നത് മൂലം ടൈം ടു ടൈം അല്ലേ ആണോ? അപ്പൊ എന്താണ് അതുവഴി ആ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഇവര് കംപ്ലീറ്റ് ആയിട്ടും കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്യുന്നത് വഴി ആ ഒരു കമ്പനിയുടെ സ്റ്റോക്കും ഷെയർ ഹോൾഡർമാരും ഉൾപ്പെടുന്ന വിവരങ്ങൾ നമുക്ക് എന്താണ് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നമുക്ക് കൊല്ലാവസാനം അല്ലെ ഇയർ എൻഡ് ഒക്കെ ആകുമ്പോ ഓഡിറ്റിംഗ് നടത്താറുണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ടോ? കേട്ടിട്ടില്ലേ? കമ്പനികളിലും ബാങ്കിലൊക്കെ ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പൊ ആ ഒരു ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് അതുവരെയുള്ള എല്ലാ വിവരങ്ങളും അവർ കൃത്യമായി കാണിക്കണം അല്ലെ. ഓഡിറ്റിംഗ് നടത്തുന്ന ആളുകളെ തേർഡ് പാർട്ടി വാലുവേറ്ററിനെ ആണോ? അപ്പൊ ആ ഒരു കമ്പനിയിൽ അവര് കാണിക്കുന്ന ആ റെക്കോർഡ്സുകള് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കറക്റ്റ് അല്ലെങ്കിലോ കൃത്യമല്ലെങ്കിൽ ആ ഓഡിറ്റേഴ്സ് എന്താ മനസ്സിലാക്കുന്നത്? അവരെന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്താ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്താണ് റെക്കോർഡ്സ് ഒന്നും ക്ലിയർ അല്ല, മുഴുവൻ ഫ്രോഡുകൾ ഉണ്ട് അല്ലേ, പോരായ്മകളുണ്ട്, അവര് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണോ? കംപ്ലീറ്റ് അല്ല, റെക്കോർഡ്സ് കംപ്ലീറ്റ് അല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മിസ്മാച്ച് ചെയ്യുന്നില്ല, മാച്ച് ചെയ്യുന്നില്ല അല്ലേ? അതേപോലെ എന്താണ് നമ്മുടെ ഈ പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിക്കുന്നത് മൂലം അവരുടെ സ്റ്റോക്കുകളെ കുറിച്ചും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചും നമുക്ക് എന്താണ് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ ഗോയിങ് ഇൻ ടു എ സ്റ്റോക്ക് രജിസ്റ്റർ ഇൻക്ലൂഡ്സ് ലൈവ് അപ്ഡേറ്റ്സ് ഓഫ് ഇൻകമിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ആൻഡ് ഔട്ട് ഗോയിങ് സ്റ്റോക്ക് സെയിൽസ് അല്ലെ. ഈ ഡാറ്റ ഈ സ്റ്റോക്ക് രജിസ്റ്ററിലെ ഡാറ്റയില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചുള്ളതും സ്റ്റോക്കിനെ കുറിച്ചുള്ളതുമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സ്റ്റോക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ അവര് വിറ്റിട്ടുള്ള സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തും അല്ലേ? അല്ലേ? അതേപോലെ എന്താണ് തിരിച്ചു വാങ്ങിയിട്ടുള്ളത് ഉൾപ്പെടുത്തോ? ഔട്ട് ഗോയിങ് സ്റ്റോക്ക് സെയിൽസ്. കൂടാതെ ഇൻകമിങ് അല്ലെ, തിരിച്ചു വാങ്ങിക്കുന്നത് ഉൾപ്പെടുത്തോ? ഇല്ലേ? അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രം ഉൾപ്പെടുത്തോ? ചിലപ്പോ ഒരു കമ്പനി അവർക്ക് നഷ്ടം വന്നിട്ട് അവര് കൊടുത്തു, നമ്മുടെ ഷെയർസ് കൊടുത്തു. ഷെയർസ് കൊടുത്തു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും? അവർ പ്രോഫിറ്റിലേക്ക് പോകുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും? അവരെ ഷെയർസ് റീപർച്ചേസ് ചെയ്യോ? അങ്ങനെയല്ലേ? റീപർച്ചേസ് ചെയ്യല്ലേ?
അപ്പൊ റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ വിവരങ്ങളും റെക്കോർഡ് ചെയ്യണ്ടേ, തിരിച്ചു വാങ്ങിച്ചിട്ടുള്ള അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് എന്താണ്, ഡാറ്റ നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്ന ഡാറ്റയിൽ ഇൻകമിംഗ് സ്റ്റോക്ക് പർച്ചേസും ഔട്ട്ഗോയിങ് സ്റ്റോക്ക് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുന്നു. ഓക്കെ ആണോ? രണ്ട് രീതിയിൽ പറയാം. അവര് വിൽക്കുന്ന പിന്നെ അവര് വാങ്ങുന്ന തിരിച്ചു വാങ്ങുന്ന സ്റ്റോക്കുകൾ കൂടി ഉൾപ്പെടുത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the following information is in a stock register. നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്ന ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണ്? ഇൻഫോർമേഷൻ കൺസേണിംഗ് സ്റ്റോക്ക് ട്രേഡേഴ്സ് അല്ലെ, എന്താണ് സ്റ്റോക്ക് ട്രേഡുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെ, നമ്മ ആർക്കൊക്കെ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ, അവരുടെ വിവരങ്ങൾ എന്താണ്, അവരുടെ അഡ്രസ് എന്താണ് അല്ലെ, അങ്ങനെയുള്ള വിവരങ്ങളും അവർക്ക് എത്ര സ്റ്റോക്ക് നമ്മൾ ഷെയർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് എന്താണ്, സ്റ്റോക്ക് ബൈബാക്സ് അല്ലെങ്കിൽ റീപർച്ചേസ് എന്നും പറയും കേട്ടോ. സ്റ്റോക്ക് റീപർച്ചേസ് എന്ന് പറയും, അതായത് നമ്മൾ സ്റ്റോക്ക് കൊടുത്തു, ഇപ്പൊ നമുക്ക് ആ ഒരു കമ്പനി നഷ്ടത്തിൽ വന്ന സമയത്ത് നമ്മൾ ഷെയർസ് കൊടുത്തു. ഷെയർസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടപ്പ പൈസ കിട്ടും അല്ലെ. നമ്മളിന്ന് ഷെയർ വാങ്ങിക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടില്ലേ ആളുകളിൽ നിന്ന്. ആ പൈസ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പനി ഒന്നുകൂടി ബെറ്റർ ആക്കും അല്ലെ, ഇംപ്രൂവ് ചെയ്യിക്കോ, മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോ നമുക്ക് ആ ഒരു കമ്പനി പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാലോ. പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് അവർക്ക് എന്താണ്, നല്ല പ്രോഫിറ്റ് കിട്ടി തുടങ്ങി കഴിഞ്ഞാല് അവർക്ക് ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ആവശ്യമുണ്ടോ? അവരെ ഷെയർ കൊടുക്കണം, അവർക്ക് മാർക്കറ്റിൽ കൊടുക്കണ്ട. അവരെന്ത് ചെയ്യും, ആ ഷെയർ ഹോൾഡേഴ്സിന് ഒരു നിശ്ചിത ലാഭമൊക്കെ കൊടുത്തും കാണിട്ട് അവരുടെ ഷെയർസ് എന്ത് ചെയ്യും, തിരിച്ചു വാങ്ങും, റീബാക്ക് ചെയ്യും, റീപർച്ചേസ് ചെയ്യും. അതിനെയാണ് സ്റ്റോക്ക് ബൈബാക്സ് എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഷെയർ വീണ്ടും അവർക്ക് തന്നെ വിൽക്കാം. ഓക്കെ ആണോ? അതാണ് സ്റ്റോക്ക് ബൈബാക്സ്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് റിട്ടയർമെന്റ്. സ്റ്റോക്ക് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് റീപർച്ചേസിംഗിന്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ. സ്റ്റോക്ക് റീപർച്ചേസ്, നമ്മ സ്റ്റോക്ക് ഷെയർ കൊടുത്തിട്ട് അത് അവരിൽ നിന്ന് റീപർച്ചേസ് ചെയ്യാണ്. പർച്ചേസ് ചെയ്തിട്ട് അത് റദ്ദാക്കുകയാണ്, ഭാവിയിൽ ക്യാൻസലേഷൻ ചെയ്യാണ്. ഭാവിയിൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്റ്റോക്ക് ഷെയർസ് തിരിച്ചു വാങ്ങാൻ സാധിക്കില്ല. ഓക്കെ ആണോ? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു ഷെയർസ് പിന്നെ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. പക്ഷെ ബൈബാക്സിൽ എന്താണ്, ഒന്നുകൂടെ പറയാം, ബൈബാക്സിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു കമ്പനി, കോർപ്പറേറ്റ് കമ്പനി അവരുടെ ആ ഷെയർസ് തിരിച്ചു വാങ്ങിയാലും ഭാവിയിൽ വേണമെങ്കിൽ അവർക്ക് റീപർച്ചേസ് ചെയ്യാം ഷെയർസ്, ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷെ റിട്ടയർമെന്റിൽ എന്താണ്, കമ്പനി അവർക്ക് കൊടുത്ത, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ആ ഒരു ഷെയർസ് തിരിച്ചു വാങ്ങിയിട്ട് അത് റദ്ദാക്കാണ്, ക്യാൻസൽ ചെയ്യാണ്. പിന്നെ അവർക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കില്ല. ഓക്കെ ആണോ? ക്ലിയർ ആയില്ല? ഇപ്പൊ മിസ് ഒന്നുകൂടെ പറയാം. ബിൻഷ മിസ്സിന്റെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങി. അപ്പൊ ബിൻഷ ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ, മിസ്സിന്റെ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങി. അപ്പൊ ഞാൻ കമ്പനിയൊക്കെ നടത്തി പ്രോഫിറ്റിലേക്ക് എത്തുമ്പോ ബിൻഷയുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് ആ ഷെയർ തിരിച്ചു വാങ്ങുകയാണ്. അത് ബൈബാക്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ബിൻഷയുടെ കയ്യിൽ നിന്ന് ഞാനൊരു ബൈബാക്ക് ചെയ്തിട്ട്, റീപർച്ചേസ് ചെയ്തിട്ട് ആ ഒരു ഷെയർ ക്യാൻസൽ ചെയ്യാണ്, റദ്ദാക്കുകയാണ്. പിന്നെ ബിൻഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഷെയർസ് തിരിച്ചു വാങ്ങാൻ സാധിക്കുകയില്ല. ഓക്കെ ആണോ? ക്യാൻസൽ ചെയ്ത് കളഞ്ഞ അവര്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള 3 ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ദിസ് ഇൻഫോർമേഷൻ പ്രൊവൈഡ്സ് ദ കമ്പനി വിത്ത് ദ എബിലിറ്റി ടു നോ ദ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താണ്, ആ ഒരു കമ്പനിക്ക് കുടിശ്ശികയുള്ള ഷെയറുകളുടെ എണ്ണം അറിയാൻ സാധിക്കുന്നു അല്ലെ.
അവരുടെ ആ ഷെയർസ് വാങ്ങിച്ചത് ആർക്കൊക്കെ കുടിശ്ശികയുണ്ട്, ആരൊക്കെ ഇനി പൈസ തരാനുണ്ടെന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ലേ? അപ്പൊ എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് കണ്ടിട്ട് ആ ഒരു കമ്പനിക്ക് അവർക്ക് കുടിശ്ശികയുള്ള ഷെയറുകളുടെ എണ്ണം അറിയാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എ സ്റ്റോക്ക് രജിസ്റ്റർ ഹെൽപ്സ് കമ്പനീസ് ഇൻ ദ ഫോളോയിങ് ഏരിയാസ്. നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ ആ ഒരു കമ്പനീനെ സഹായിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് അല്ലെ? അപ്പൊ നോക്കിയേ, ഇൻവെന്ററി മാനേജ്മെന്റ്, സ്റ്റോക്ക് മാനേജ്മെന്റിൽ സഹായിക്കുന്നില്ലേ? അവർക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ, അവർ എത്ര സ്റ്റോക്കുകൾ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാലോ അവർക്ക്. ഇൻകമിങ് സ്റ്റോക്ക് അല്ലെ, ആണോ? അറിയാം. നെക്സ്റ്റ് എന്താണ്? ഷോർട്ടേജ് പ്രിവെൻഷൻ അല്ലെ, ക്ഷാമം തടയാൻ സാധിക്കുന്നുണ്ടോ? ക്രൈസിസ് തടയാൻ സാധിക്കുന്നുണ്ട് അല്ലെ? സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈസിസ്, ബുദ്ധിമുട്ടുകൾ തടയാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സപ്ലൈ മെയിൻ്റെനൻസ് അല്ലെ, എന്താണ്? അവർക്ക് ഉൽപ്പന്ന വിതരണം പരിപാലിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ശരിയായ രീതിയിൽ അവർക്ക് റീപർച്ചേസ് ചെയ്യാനും നമ്മുടെ ഷെയർസ് മാർക്കറ്റിൽ കൊടുക്കാനും അങ്ങനെയുള്ള ഒരു മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇത് നമ്മ ഇപ്പൊ പഠിക്കുന്ന സ്റ്റോക്ക് രജിസ്റ്റർ ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അതുമായി കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഒന്ന് വായിച്ചു നോക്കിയേ, മിസ് എടുത്ത ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചോ? എല്ലാവർക്കും ഓക്കെ ആണോ? വേറൊരു കാര്യം കൂടിയുണ്ട്, ഇന്ന് ആദിനംസ് ലീവാണ്. മിസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കുറച്ചു നേരം കൂടി മിസ് എടുക്കും. അപ്പൊ നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ കേട്ടോ. എന്നിട്ട് മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കുഴപ്പമുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാട്ടോ. അപ്പോഴത്തേനും മിസ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് each share held by a stock shareholders is given a select number that is used to locate the share. എന്താണ് നമ്മ ഓരോ ഷെയർസും കൊടുക്കുമ്പോൾ ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു സെലക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ബിൻഷ വാങ്ങി അല്ലെങ്കിൽ കാർത്തിക വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷെയർ ഹോൾഡറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുണ്ട്? ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നമ്പർ ഉപയോഗിച്ച് കാണിട്ട് ആ ഒരു ഷെയർസ് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെ? ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ നിന്ന് ആ ഒരു നമ്പർ ഷെയർ എടുത്ത ആള് എത്ര ഷെയർസ് എടുത്തിട്ടുണ്ട്, അല്ലെ? അവരെന്നാണ് നമ്മളിൽ നിന്ന് ഷെയർ എടുത്തത്, അത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്തൂടെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മളിൽ നിന്ന് ആ ഒരു കമ്പനിയിൽ നിന്ന് ഓരോ ഷെയർ എടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് ഒരു സെലക്ടഡ് നമ്പർ നൽകുന്നുണ്ട്. ബൈ യൂസിങ് ദിസ് നമ്പർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് ഡിറ്റർമിൻഡ്, അല്ലെ? അപ്പൊ ഈ ഒരു സെലക്ടഡ് നമ്പർ, ഈ ഒരു നമ്പർ ഉപയോഗിച്ച് കാണിട്ട് നമുക്ക് താഴെ പറയുന്ന വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു, അല്ലെ? ഓണേഴ്സിന്റെ നെയിം അറിയാം, ഓണേഴ്സിന്റെ അഡ്രസ് അറിയാം, പെർ വാല്യൂ ഓഫ് സ്റ്റോക്ക് വെൻ പർച്ചേസ്ഡ്, അല്ലെ? നമ്മളിൽ നിന്ന് എത്ര മൂല്യമുള്ള സ്റ്റോക്ക്, എത്ര ഷെയർ എടുത്തിട്ടുണ്ട്, അത് ഇഷ്യൂ ചെയ്ത റേറ്റ് എന്നാണ്, പർച്ചേസിംഗ് ഡേറ്റ് എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നമ്പർ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് including issuing dates and purchasing dates allows companies to follow the history of its stock, അല്ലെ? നമുക്ക് എന്താണ് ഈ ഒരു ഇഷ്യൂയിങ് ഡേറ്റും പർച്ചേസിംഗ് ഡേറ്റ് ഒക്കെ അലൗ ചെയ്യുന്നത് എന്താണ്? കമ്പനിക്ക് ആ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലെ? നമുക്ക് എത്ര നഷ്ടത്തിൽ ഇരുന്നപ്പോഴാണ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് കൊടുത്തത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി പെട്ടെന്ന് കണ്ടുപിടിക്കാനായി, ഫോളോ ചെയ്യാനായി സാധിക്കുന്നു. ടു കീപ് ദിസ് ഇൻഫർമേഷൻ അക്യുറേറ്റ്, അല്ലെ? നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എങ്ങനെയുള്ളതായിരിക്കണം? കൃത്യതയുള്ളതായിരിക്കണം, അല്ലെ? സ്റ്റോക്ക് രജിസ്റ്റേഴ്സിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നത്, അല്ലെ? എത്ര സ്റ്റോക്ക് എടുത്ത്, എത്ര ഷെയർ എടുത്തിട്ടുണ്ട്, അല്ലെ? ഷെയറിന്റെ ആ ഒരു ഷെയർ എടുത്ത ഷെയർ ഹോൾഡറിന്റെ പേര് എന്താണ്, അല്ലെ? അവർ എത്ര വാല്യൂവിനുള്ള ഷെയർസ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എന്തായിരിക്കണം? അക്യുറേറ്റ് ആയിരിക്കണം. ഇപ്പൊ ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ പേര് കൊടുത്തതിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? കുഴപ്പങ്ങൾ വരുമോ? ബിൻഷയ്ക്ക് പകരം ഞാൻ സൂര്യയുടെ പേരാണ് എഴുതിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇല്ല, അല്ലെ? അപ്പൊ എന്താണ് ഈ വിവരങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? അക്യുറേറ്റ് ആയിരിക്കണം. സ്റ്റോക്ക് റിക്വയർസ് റീ രജിസ്ട്രേഷൻ ആഫ്റ്റർ എ സെയിൽ ടു ന്യൂ ഓണേഴ്സ്, അല്ലെ? അപ്പൊ എന്താണ് നമ്മ ആ ഒരു രജിസ്ട്രേഷൻ നടത്തി റീ രജിസ്റ്റർ ചെയ്തിട്ട് സ്റ്റോക്ക് റിക്വയർ റീ രജിസ്ട്രേഷൻ ആഫ്റ്റർ എ സെയിൽ ടു ന്യൂ ഓണേഴ്സ്, നമ്മ ആ ഒരു ഷെയർ പുതിയൊരു ഓണേഴ്സിന്, പുതിയ ഷെയർ ഹോൾഡേഴ്സിന് വിൽക്കുകയാണെങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ഇൻഫർമേഷൻസ് എഴുതണം, അല്ലെ? എന്നാൽ മാത്രമല്ലേ നമുക്ക് അത് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ബിൻഷയ്ക്ക് കൊടുത്ത ആ ഒരു ഷെയർസ് ഞാൻ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്, റീപർച്ചേസ് ചെയ്തിട്ട് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ഞാനത് കാർത്തികക്ക് കൊടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബിൻഷയുടെ ഡീറ്റെയിൽസ് മാറ്റിയിട്ട് ആ ഒരു ഷെയർസിന്റെ അവിടെ ആരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം? കാർത്തികയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, അല്ലെ? ചേഞ്ച് ചെയ്യണ്ടേ? അതെന്താണ്? അക്യുറേറ്റ് ആയിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ എന്താണ് പിന്നീട് പ്രശ്നങ്ങൾ വരാം, അല്ലെ? ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരുമോ ഈ ചേഞ്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ, അക്യുറേറ്റ് ആയില്ലെങ്കിലോ? ക്ലിയർ ആയോ? അത് എന്താണ് നമ്മ ആ ഒരു ഈ വിവരങ്ങള് കൃത്യമായി സൂക്ഷിക്കണം, അല്ലെ? നമ്മ ആ ഒരു സ്റ്റോക്ക് നമ്മ വീണ്ടും വാങ്ങിച്ചിട്ട് അത് പുതിയ ഓണേഴ്സിന് റീ രജിസ്ട്രേഷൻ ഒക്കെ നടത്തുമ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമായി വരുന്നുണ്ട്, അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ ട്രാൻസ്ഫർ ആൻഡ് ദ ന്യൂ ഓണർ റിക്വയർസ് എൻട്രി ഇൻടു ദി ഡാറ്റാബേസ്, അല്ലെ? നമ്മ എന്താണ് കൈമാറ്റവും പുതിയ ഉടമയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങള് ഡാറ്റാബേസിൽ എൻട്രി ചെയ്യേണ്ടത് ആവശ്യമാണ്, അല്ലെ? നമ്മ പുതിയത് ആർക്കാണ്, പുതിയ ഷെയർ ഹോൾഡേഴ്സ് ആർക്കാണ് കൊടുത്തത്, അല്ലെ? ആ
ആരിൽ നിന്നാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയത്, തിരിച്ച് റീപർച്ചേസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡാറ്റാബേസിൽ ചേർക്കണ്ടേ? എന്താണ് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ ട്രാൻസ്ഫർ ആൻഡ് ന്യൂ ഓണർ റിക്വയറിംഗ് ആൻഡ് എൻട്രി ഇൻ ടു ദ ഡാറ്റാബേസ് അല്ലെ. നമ്മൾ ആരിൽ നിന്നാണ് ഒരു പർച്ചേസ് തിരിച്ചു വാങ്ങിയിട്ട് പുതിയ ന്യൂ ഓണേഴ്സിന് കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡാറ്റാബേസിൽ കൃത്യമായിട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് the stock register is a valuable asset in situations of loss or theft. എന്താണ് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്, സ്വത്താണ്. എപ്പോഴും in situation of loss or theft, എന്താണ് നഷ്ടമോ മോഷണമോ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഷെയർ ഹോൾഡേഴ്സ് ഷെയറിന്റെ ആ ഒരു ഡീറ്റെയിൽസ് നോക്കിങ്ങാണ്ട് നമുക്കത് റെഫർ ചെയ്യാൻ സാധിക്കുമല്ലോ. വിവരങ്ങള് നമ്മളിൽ എത്ര പൈസ ഉണ്ട്, നമ്മൾ മാർക്കറ്റിൽ എത്ര പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെ, നമ്മളിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാലോ ഈ സ്റ്റോക്ക് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാലോ. അപ്പൊ എന്താണ് മോഷണമോ അതല്ലെങ്കിൽ എന്താണ് ലോസോ അല്ലെ നഷ്ടമോ സംഭവിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ സ്റ്റോക്ക് രജിസ്റ്റർ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്. ഇഫ് എ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് നീഡ്സ് ടു ബി റീപ്ലേസ്ഡ്, ദ സ്റ്റോക്ക് രജിസ്റ്റർ പ്രൊവൈഡ്സ് ദ ഇൻഫർമേഷൻ നീഡഡ് ആൻഡ് ഓൾസോ അസിസ്റ്റ് ഇൻ വെരിഫൈങ് ദ ക്ലെയിം ഈസ് ആക്യുറേറ്റ് അല്ലെ. എന്താണ് നമുക്ക് ആ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് നമ്മൾ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രൂഫ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അവരിൽ നിന്ന് ഇത്ര ഷെയർ വാങ്ങിയിട്ടുണ്ട് അല്ലെ, ഇന്ന ഡേറ്റിന് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പൈസ മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് സർട്ടിഫിക്കറ്റ് സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ് അല്ലെ. കൂടാതെ ടു ബി റീപ്ലേസ്ഡ് ദ സ്റ്റോക്ക് രജിസ്റ്റർ പ്രൊവൈഡ്സ്, നമ്മൾ ആ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്, നമ്മൾ ആ ഒരു ഷെയർസ് വേറെ ആർക്കെങ്കിലും കൊടുത്തു അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ നമുക്ക് എന്ത് തരുന്നുണ്ട്? അതുമായി ആ ഒരു ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുന്നു. കൂടാതെ നമുക്ക് ആ ഒരു ക്ലെയിം, ആ ഒരു ഷെയറിന്റെ ക്ലെയിം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാനും ഈ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സഹായിക്കുന്നു. ഓക്കെയാണോ? നമ്മൾ ആ ഒരു ഷെയർസ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് അല്ലെ. കൂടാതെ നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിച്ച് കാണട്ടെ എന്താണ് നമുക്ക് ആ ഒരു ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ലഭിക്കുകയും ആ ഒരു ക്ലെയിം, ആ ഒരു ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ലെയിം കൃത്യമായി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിലാണ് അല്ലെ, മാർക്കറ്റിലെ ഷെയർ ഹോൾഡേഴ്സിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് സ്റ്റോക്ക് രജിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണ് നോക്കാം അല്ലെ. അപ്പൊ ദിസ് സോഫ്റ്റ്വെയർ നോട്ടിഫൈസ് ദ ക്ലിനിക്സ്, hospitals and doctors about the stock available, which helps them reload from the time to time, thereby allowing doctors to prescribe the patients with the right medicine. മനസ്സിലായോ? ഉണ്ടെങ്കിലോ എന്തായിരിക്കും ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? മെഡിസിൻ. മനസ്സിലായി. ഡോക്ടേഴ്സിന് അവിടുത്തെ ഏതൊക്കെ മെഡിസിനുകൾ സ്റ്റോക്ക് ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിച്ചിട്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് എന്താണ് നമ്മുടെ ഡോക്ടേഴ്സിന് മരുന്നുകൾ നമ്മുടെ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? കൂടാതെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ക്ലിനിക്സിന്, ഹോസ്പിറ്റൽസിന്, ഡോക്ടേഴ്സിന് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലില് ഏതൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ടോ?
ഓരോ സമയത്തും ഈ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു സ്റ്റോക്ക് തീർന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ടാമത് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കില് കുറവ് വരുന്ന സമയത്തൊക്കെ അവർ അപ് ടു ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഇങ്ങനെ സ്റ്റോക്ക് രജിസ്റ്റർ അപ് ടു ഡേറ്റ് ചെയ്ത് വിവരങ്ങൾ സൂക്ഷിക്കുന്നത് മൂലം നമ്മുടെ ക്ലിനിക്സിന്, ഹോസ്പിറ്റലിന്, ഡോക്ടേഴ്സിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള, അവർക്ക് ലഭിക്കുന്ന എന്താണ് സാധനങ്ങൾ, സ്റ്റോക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും കൂടാതെ ഡോക്ടേഴ്സിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മെഡിസിനുകൾ, മരുന്നുകൾ അനുസരിച്ച് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ ഡോക്ടർക്ക് അവിടെ സ്റ്റോക്ക് എന്തൊക്കെയാണ് ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ എഴുതും അല്ലെ ഡോക്ടർ. അപ്പൊ ചിലപ്പോ ആ ഒരു പേഷ്യന്റ് ഫാർമസിയിൽ ചെല്ലുന്ന സമയത്തായിരിക്കും ആ ഒരു മെഡിസിൻ അവിടെ സ്റ്റോക്ക് ഇല്ല എന്നറിയുന്നത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഡോക്ടറിന്റെ അടുത്ത് തിരിച്ചു വരേണ്ടി വരും. ഇന്ന മെഡിസിൻ മാത്രം നമ്മുടെ ഫാർമസിയിൽ സ്റ്റോക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വരേണ്ടി വരും അല്ലെ. അല്ലെങ്കിൽ പുറത്തു നിന്ന് വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. ഇന്ന മെഡിസിൻ മാത്രമേ ഉള്ളൂ, അപ്പൊ അതിലേതെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു വരില്ലേ. അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഡോക്ടർ റൂമിലേക്ക് തിരിക്കില്ല. മിസ്സിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, മിസ്സിന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ്, കറക്റ്റ് രീതിയിലുള്ള ആ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ശരിയായ രീതിയിൽ ആ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ അപ് ടു ഡേറ്റ് ചെയ്ത് ആ ഒരു വിവരങ്ങൾ സൂക്ഷിക്കുന്നത് മൂലം നമ്മുടെ ക്ലിനിക്സിന്, ഹോസ്പിറ്റൽസിന്, ഡോക്ടേഴ്സിന് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് മനസ്സിലാക്കാനും കൂടാതെ ഡോക്ടേഴ്സിന് ആ ഒരു സ്റ്റോക്സ്, ആ ഒരു മെഡിസിന്റെ സ്റ്റോക്ക് അനുസരിച്ച് പേഷ്യൻസിന് കറക്റ്റ് മെഡിസിനുകൾ എഴുതി കൊടുക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? This in turn allows a smooth functioning, avoiding disputes and waiting hours. ഇതെന്തൊക്കെ കാര്യങ്ങള് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആക്കുന്നുണ്ടോ? തടസ്സങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അല്ലെ. തർക്കങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു. അതിന് മിസ്സിന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണ്? അവോയ്ഡിങ് ഡിസ്പ്യൂട്ട്സ് അല്ലെ, തർക്കങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. വെയിറ്റിംഗ് അവേഴ്സ് കുറയ്ക്കുന്നുണ്ട് അല്ലെ. ഓക്കെ ആണോ? വെയിറ്റിംഗ് അവേഴ്സ് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ ആണോ? സ്റ്റോക്ക് രജിസ്റ്റർ ഹോസ്പിറ്റലില്. നെക്സ്റ്റ് പറയുന്നത്, ഹൗ ഡസ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സ്റ്റോക്ക്? നമ്മുടെ ഹോസ്പിറ്റലില് നമ്മുടെ സ്റ്റോക്കുകൾ എങ്ങനെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ, പരിപാലിക്കാം. പ്രോപ്പർ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ക്യാൻ ബി ട്രിക്കി അല്ലെ. ആണോ? ശരിയായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്ത്രപരമാണോ, ട്രിക്കി ആണോ? ആണല്ലേ. ആണോ? തന്ത്രപരമായേക്കാം അല്ലെ. എന്താണ്, അവര് കറക്റ്റ് ആ ഒരു ഓർഡറും അളവും ഒക്കെ അവർക്ക് മനസ്സിലാകണം അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോ സ്റ്റോക്ക് കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് സ്റ്റോക്ക് കൂടി പോകാം അല്ലെ. അല്ല ചില സമയത്ത് എന്താണ്, സ്റ്റോക്ക് ഔട്ട് ആയി പോവാം അല്ലെ. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രിക്കിയാണ് അല്ലെ, തന്ത്രപരമാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ് മസ്റ്റ് മേക്ക് ഷുവർ their facilities have enough products to meet demand from doctors and nurses, but not too much that is negatively impact the hospital budgets or takes up too much space. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ ആണ് അല്ലെ. അതറിയാം, ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. ആണോ? പറയൂ. മാത്രം പറഞ്ഞാൽ ഇതിന് ബോറടിക്കും ആണ്. അപ്പൊ അവരെന്താണ്, മസ്റ്റ് മേക്ക്. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സ്റ്റോക്ക്, ഹോസ്പിറ്റൽ സ്റ്റോക്ക് കൊണ്ട് അവരെന്താണ് അർത്ഥമാക്കുന്നത്? സ്റ്റോക്ക് മാനേജ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? മേക്ക് ഷുവർ their facilities have enough product to meet demands and from doctors and nurses അല്ലെ.
അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഫെസിലിറ്റീസ് ലഭ്യമാക്കുക എന്നുള്ളതല്ലേ. മെഡിസിനുകൾ ആയിക്കോട്ടെ, എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ, മറ്റ് സർവീസുകൾ, മറ്റു പ്രോഡക്റ്റുകൾ ആയിക്കോട്ടെ അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഐറ്റംസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ. ആണോ? ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോഡക്റ്റിന്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒരുപാടാവാൻ പാടുണ്ടോ? അവർക്ക് ആവശ്യമായതിൽ കൂടുതൽ ആവാൻ പാടുണ്ടോ? നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചു അല്ലെ, ഒരുപാടാവാൻ പാടില്ല. അതെന്ത് ചെയ്യും? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിനെ ബാധിക്കോ? ഒരുപാട് പ്രോഡക്റ്റുകൾ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് എക്സ്പയറി ആയി പോകാം, അല്ലെങ്കിൽ ഡാമേജ് വന്നു പോകാം അല്ലേ. പലതരത്തിലും നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിനെ ബാധിക്കുന്നു. കൂടാതെ അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സൂക്ഷിക്കാനായിട്ട് സ്പേസും വേണ്ടേ? സ്റ്റോർ റൂമില് അതിനാവശ്യമായിട്ടുള്ള സ്പേസും വേണം അല്ലേ. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഡോക്ടേഴ്സിനും നഴ്സുമാരും അവരുടെ ഡിമാൻഡിന്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെയും ഹെൽത്ത് കെയർ സപ്ലൈ പ്രൊഫഷണൽസിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, here are 7 helpful tips for hospital administrators who want to ensure that they can improve the efficiency of their inventory management while keeping a handle on their supply cost. എന്താണ്? അവരുടെ സപ്ലൈ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയ രീതിയിൽ അല്ലെ, ഫലപ്രദമായ രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് ഉപയോഗിക്കേണ്ട, അവരെ സഹായിക്കുന്ന 7 ടിപ്സുകളാണ് താഴെ കൊടുക്കുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട 7 ടിപ്സുകളാണ് താഴെ നൽകുന്നത്. ഫസ്റ്റ് പറയുന്നത്, കളക്ട് ഡാറ്റ ഫ്രം ദി സപ്ലൈ ചെയിൻ. എന്താണ്? ആ ഒരു വിതരണ ശൃംഖലയിൽ നിന്ന്, നമ്മുടെ ആ ഒരു സപ്ലൈ ചെയിൻസിൽ നിന്ന് എന്ത് ശേഖരിക്കുക എന്ന്? ഡാറ്റാസ് കളക്ട് ചെയ്യുക. നോക്കാം നമുക്ക്. നെക്സ്റ്റ് പറയുന്നത്, failing to use supply chain data can result in billion of wasted dollars അല്ലെ. എന്താണ്? നമ്മുടെ സപ്ലൈ ചെയിൻ ഡാറ്റാസ് ഉപയോഗിക്കുന്നത്, നമ്മൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നതിൽ പരാജയം സംഭവിച്ച് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരുപാട് ബില്യൺ ഡോളേഴ്സ് നഷ്ടം ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞല്ല, ഒരുപാട് സ്പേസ്, അപ്പൊ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കണം. അതല്ലെങ്കിൽ എന്താണ്, പ്രോഡക്റ്റുകൾ എക്സ്പയറി ആയി പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റാം അല്ലേ. ആണോ? അപ്പൊ അവർക്ക് അത് നഷ്ടമാണോ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടമാണോ? അപ്പൊ എന്താണ്? ശരിയായ രീതിയിലുള്ള ഒരു സപ്ലൈ മാനേജ്മെന്റ് ഡാറ്റ ഉപയോഗിച്ചില്ലെങ്കിൽ, ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് ഡോളേഴ്സ് അല്ലെ, ബില്യൺ ഡോളേഴ്സ് അവർക്ക് നഷ്ടം സംഭവിക്കുന്നു. ഇൻസ്റ്റെഡ് യൂസിംഗ് ദിസ് ഡാറ്റ to determine if your inventory management is as cost effective as it could be. ഈ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് ചെലവ് കുറഞ്ഞതാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയുന്നു അല്ലെ. നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റൂലേ നമുക്ക് എത്ര എക്സ്പെൻസ് ആയി അല്ലേ, നമ്മളിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് നമ്മുടെ ഇൻവെന്ററി എങ്ങനെയാണ്, കോസ്റ്റ് കൂടിയതാണോ കോസ്റ്റ് കുറഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങള് നമുക്ക് ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് കണ്ടിട്ട് നിർണ്ണയിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, while supply data has been siloed in the past, more organizations are looking to build IT system that use value-based reimbursement model, according to a 2016 Black Book survey. എന്ന് വെച്ചാല് നമ്മുടെ
supply management while supply data has been siloed in the past. നമ്മുടെ പാസ്റ്റില് മുൻകാലങ്ങളിലെ ആ ഒരു സപ്ലൈ ഡാറ്റ ഉപയോഗിച്ചിട്ട് രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട് എങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡാറ്റയുമായി സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ അവർ എത്ര ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റുകളും എത്ര ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർ എത്ര ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങള് അവര് രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട് എങ്കിലും എന്താണ് നമ്മുടെ മോർ ഓർഗനൈസേഷൻ എന്താണ് കൂടുതൽ സ്ഥാപനങ്ങളും എന്താണ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡലുകൾ പോലെയുള്ള IT സിസ്റ്റംസുകൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മ ഈ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിലും നല്ലതാണ് അല്ലെ. നമ്മ സിസ്റ്റത്തിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ആക്യുറേറ്റ് ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും അല്ലെ. ആണോ? കൈമാറ്റം ചെയ്യാന് സിലോയിഡ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. രഹസ്യമായി അല്ലെങ്കിൽ നിശബ്ദമായി. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാലോ IT സിസ്റ്റത്തിലൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ സൂക്ഷിക്കുമ്പോൾ അല്ലെ, സിസ്റ്റത്തിൽ യൂസ് ചെയ്യുമ്പോൾ ആണോ? അപ്പൊ നമ്മുടെ കൂടുതൽ ഇങ്ങനെയുള്ള പാസ്റ്റിലെ സപ്ലൈ ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് അവര് രഹസ്യമായി ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട് എങ്കിലും എന്താണ് കൂടുതൽ സ്ഥാപനങ്ങള് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡലുകൾ പോലെയുള്ള IT സിസ്റ്റമുകൾ നിർമ്മിക്കാൻ നോക്കുന്നുണ്ടെന്ന് നമ്മുടെ ബ്ലാക്ക് ബുക്ക് സർവേ 2016 ബ്ലാക്ക് ബുക്ക് സർവേയില് പറയുന്നു. പിന്നെ വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് സർവീസുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. ഉണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പേയ്മെന്റ് നടത്തുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ആ കിട്ടുന്ന സർവീസുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. ട്രീറ്റ്മെന്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിലല്ലേ ട്രീറ്റ്മെന്റ് നടത്തുന്നത്, പേയ്മെന്റ് നടത്തുന്നത്. പക്ഷെ വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റിൽ പറയുന്നത് നമുക്ക് എത്ര സർവീസുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്? ആ കിട്ടുന്ന സർവീസുകളിലെ ഔട്ട്കംസിന്റെ അടിസ്ഥാനത്തിലാണ്, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യൻസിൽ നിന്ന് പേയ്മെന്റ് നടത്തേണ്ടതെന്നാണ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡലിൽ പറയുന്നത്. ഓക്കെയാണോ? ഇതെന്താണ് നമ്മുടെ ആ ഒരു ഔട്ട്കംസിലും ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലുമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റുകളിലും സർവീസുകളിലും കെയർസിന്റെയും എന്താണ് ഔട്ട്കംസിലും അതിന്റെ ക്വാളിറ്റിയിലുമാണ് ഈ ഒരു വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡല് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെയാണോ? ഇപ്പൊ നമ്മ ഡിപ്ലോമയില് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് പഠിച്ചു അല്ലെ. ആണോ? ബേസിക് പഠിച്ചു. അതിൽ നമ്മൾ ഒരുപാട് പേഷ്യന്റ് പോർട്ടൽ പഠിച്ചു, റിമോട്ട് മോണിറ്ററിംഗ് പഠിച്ചു, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു. അപ്പൊ ഇതിലൊക്കെ എന്താണ് അതിൽ അങ്ങനെ നമ്മ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജീസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താണ് ആക്യുറേറ്റ് ആയിരിക്കും, എറേഴ്സ് തടയാം അല്ലെ, ഔട്ട്കംസ് വർദ്ധിക്കും അല്ലെ, ഔട്ട്കംസ് വർദ്ധിക്കും. അങ്ങനെയാണോ പഠിച്ചത്? അപ്പൊ അതേപോലെ എന്താണ് ഇങ്ങനെയുള്ള വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡലുകൾ ഉപയോഗിക്കുന്ന IT സിസ്റ്റം പോലെയുള്ള സിസ്റ്റംസ് എന്താണ് ബിൽഡ് ചെയ്യാൻ നമ്മുടെ മിക്ക ഓർഗനൈസേഷനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് 2016 ബ്ലാക്ക് ബുക്ക് സർവേ അനുസരിച്ച് പറയുന്നത്. ബ്ലാക്ക് ബുക്ക് സർവേ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലെ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ വേരിയസ് ആസ്പെക്ട്സുകളെ അടിസ്ഥാനമാക്കി സർവേ നടത്തുന്നതാണ് ബ്ലാക്ക് ബുക്ക് സർവേ. നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് പോലെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് സർവേ നടത്തുന്നതാണ് ബ്ലാക്ക് ബുക്ക് സർവേ. അപ്പൊ ആ ഒരു ബ്ലാക്ക് ബുക്ക് സർവേ 2016 ബ്ലാക്ക് ബുക്ക് സർവേ അനുസരിച്ച് നമ്മുടെ മിക്ക ഓർഗനൈസേഷനുകളും എന്താണ് വാല്യൂ ബേസ്ഡ് റീഇംബേഴ്സ്മെന്റ് മോഡൽ യൂസ് ചെയ്യുന്ന IT സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന്
ഈ ഒരു എന്താണ് ഡാറ്റ സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് ശേഖരിക്കാൻ ഇങ്ങനെയുള്ള IT സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് using these value-based models, organization can more accurately link the supplies needed and patient outcomes. അപ്പൊ ഇങ്ങനെയുള്ള value-based models ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അക്യുറേറ്റ് ആയിട്ട് അല്ലേ ഓർഗനൈസേഷന് ആവശ്യമായ സപ്ലൈകളെ കുറിച്ചും രോഗികളുടെ ഫലങ്ങൾ ഔട്ട്കംസിനെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂ ബേസ്ഡ് മോഡൽ IT സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലുകാർക്ക് എന്താണ് നമുക്ക് ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ആ ഒരു സപ്ലൈസ് അല്ലെ ഏതൊക്കെ പ്രോഡക്റ്റുകൾ അവർക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളും പേഷ്യൻസിന്റെ ഔട്ട്കംസ് പേഷ്യന്റുകളുടെ ഫലങ്ങളും എന്താണ് അവർക്ക് അക്യുറേറ്റ് ആയിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ഒരു സെക്ഷൻ ഇച്ചിരി പാടുണ്ട് കേട്ടോ. നമ്മുടെ ഡിപ്ലോമയിലെ ലാസ്റ്റ് 3rd 4th മൊഡ്യൂളിലൊക്കെ ചാപ്റ്റേഴ്സ് പോലെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ക്ലിയർ ഇല്ലേ? ഇന്ന് എടുത്തത് മിസ് എടുത്തത് ഓക്കെ അല്ലേ?